നമ്മുടെ സ്വന്തം മലബാറിൻ്റെ മടിത്തട്ടിൽ ഒളിഞ്ഞു കിടക്കുന്ന സ്വർഗ്ഗതുല്യമായ ഒരു ഹിൽ സ്റ്റേഷനുണ്ട്. പച്ചപ്പ് നിറഞ്ഞ മലനിരകളും തണുത്ത കാറ്റും എവിടെ നോക്കിയാലും നല്ല അടിപൊളി വ്യൂ പോയിന്റ്സും അവിടേക്കുള്ള ഓഫ് റോഡുകളും ഒക്കെ ആയിട്ട് പറഞ്ഞാൽ തീരാത്ത അത്രയും കാഴ്ചകളാണ് കോഴിക്കോടിൻ്റെയും മലപ്പുറത്തിൻ്റെയും ഹൈ റേഞ്ചിലുള്ള ഈ ഒരു പ്രദേശം. ഇൻസ്റ്റഗ്രാം റീൽസിലൂടെയും മറ്റും വ്ളോഗർമാർ വൈറലാക്കിയ കോഴിക്കോടിൻ്റെ സ്വന്തം കക്കാടംപൊയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. നല്ല തണുപ്പത്ത് പെരുമഴയൊക്കെ നനഞ്ഞ് ഇതിൻ്റെ മുകളിലെത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല കിടിലൻ ക്ലൈമറ്റ്. അപ്പോൾ നമുക്ക് കക്കാടംപൊയിലിൻ്റെ കാഴ്ചകളിലേക്ക് പോയാലോ. വെൽക്കം ബാക്ക് ടു ന്യൂ എപ്പിസോഡ് ഓഫ് അവർ ട്രാവൽ സ്റ്റോറീസ്. പതിവ് പോലെ തന്നെ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ യാത്ര തുടങ്ങി. ഇത്തവണ യാത്ര തുടങ്ങിയത് കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് നിന്ന് ഏകദേശം ഒരു 2.5 മണിക്കൂറോളം യാത്ര ചെയ്താൽ നമുക്ക് കക്കാടംപൊയിൽ എത്താൻ പറ്റും. ബ്ലോക്കൊക്കെ ഉള്ള സമയമാണെങ്കിൽ അതിൽ കൂടുതൽ സമയം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഇത്തവണത്തെ യാത്രയിൽ നമ്മുടെ മലപ്പുറത്തു നിന്നുള്ള 2 ഫ്രണ്ട്സ് കൂടെ ഉണ്ട്. അപ്പം അവരും കൂടെ വന്നതിന് ശേഷം നമ്മൾ ഒരുമിച്ചാണ് മുന്നോട്ടേക്ക് പോയത്. അപ്പോൾ നിങ്ങൾക്ക് കക്കാടംപൊയിലേക്കൊക്കെ യാത്ര ചെയ്യാനായിട്ട് ഉടനെങ്ങാനും പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഏറ്റവും നല്ല സമയമാണ് ഈ ഒരു മൺസൂൺ ടൈം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ വന്നു കഴിഞ്ഞാൽ മഴയും കോടയൊക്കെ ആയിട്ട് വേറെ ലെവൽ ക്ലൈമറ്റ് തന്നെയായിരിക്കും ഇവിടെ ഉള്ളത്. നമ്മൾ കക്കാടംപൊയിലിൽ വന്നിട്ട് ആദ്യമായിട്ട് ഇനി കാണാൻ പോകുന്നത് ഇവിടുത്തെ കുരിശുമല വ്യൂ പോയിന്റിലേക്കാണ്. കുറേ ദൂരം ബൈക്കിലൊക്കെ വന്നതിന് ശേഷം മുകളിലേക്ക് ഇനി നല്ല ഓഫ് റോഡാണ്. അപ്പോൾ വണ്ടി കയറി പോകുവാനായിട്ട് നല്ല ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ വണ്ടി താഴെ വെച്ചിട്ട് പയ്യെ നടന്ന് മുകളിലേക്ക് പോവാണ്. കുറച്ച് ദൂരം നടക്കുമ്പോൾ തന്നെ നമുക്ക് കുരിശുമല വ്യൂ പോയിന്റ് കാണാൻ പറ്റും. അത്ര ബുദ്ധിമുട്ടുള്ള ട്രക്കിംഗ് ഒന്നും അല്ല. ഇങ്ങോട്ട് ഒരു അരമണിക്കൂർ നടന്നാൽ തന്നെ ഇതിൻ്റെ മുകളിലെത്താൻ പറ്റും. മുകളിലെത്തി കഴിഞ്ഞാലത്തെ കാഴ്ചകളൊക്കെ ഇതാ അടിപൊളിയാണ്. ഏതായാലും കക്കാടംപൊയിൽ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ലൊരു ക്ലൈമറ്റാണ് കിട്ടിയത്. കയറി വന്നപ്പോൾ തന്നെ നല്ല കോടയും അതുപോലെ എവിടെ നോക്കിയാലും പച്ചപ്പും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയോട് കൂടി തന്നെയാണ് കക്കാടംപൊയിൽ ഞങ്ങളെ സ്വീകരിച്ചത്. ഈ ഒരു സ്ഥലത്തിൻ്റെ കാലാവസ്ഥ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഏതൊരു വേനൽക്കാലത്ത് വന്നാൽ പോലും ഇവിടെ മിക്ക സമയത്തും കോട മൂടി കിടക്കുന്ന ഒരു അവസ്ഥയിലാണെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. നമ്മൾ ആദ്യം കണ്ട ആ മല കയറി ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് നമ്മുടെ കുരിശുമല വ്യൂ പോയിന്റ് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഒരു വ്യൂ പോയിന്റാണ് കുരിശുമല വ്യൂ പോയിന്റ്. ഇവിടെ എവിടെ നിന്ന് കഴിഞ്ഞാലും ഒരുപാട് വ്യൂ പോയിന്റ്സും അതുപോലെ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ആയിട്ട് ഒത്തിരി ഹിഡൻ സ്പോട്ടുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ കുറഞ്ഞ സമയത്ത് അതെല്ലാം കാണാൻ പറ്റില്ലെങ്കിലും ഒരുവിധപ്പെട്ട സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ നടന്ന് കുരിശുമല വ്യൂ പോയിന്റിൽ എത്തിയപ്പോഴത്തേക്ക് നല്ല കിടിലം മഴ. പിന്നെ പറയണോ, റെയിൻകോട്ടൊക്കെ എടുത്തിട്ടിട്ട് മഴയ്ക്കകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തന്നെ ഓട്ടം. ഇത് കണ്ടോ, നമ്മുടെ കൂടെ വന്ന റാസിയും ജോയും ഒക്കെ ആദ്യമായിട്ട് മഴ കാണുന്ന പോലെയാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ മൺസൂൺ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറുതെ കാശ് മുടക്കി മഹാരാഷ്ട്രയിലും മധേരാനിലും ഒന്നും പോയി സമയം കളയണ്ട. നിങ്ങൾ കോഴിക്കോടൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നേരെ വണ്ടി എടുത്ത് കക്കാടംപൊയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ അടിപൊളി ക്ലൈമറ്റാണ് ഇവിടെ കിട്ടുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 700 മുതൽ 2100 മീറ്റർ വരെ ഉയരത്തിലായിട്ട് കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ അതിർത്തിയിലായിട്ട് അങ്ങനെ വിശാലമായിട്ട് പരന്നു കിടക്കുന്ന ഒരു കുഗ്രാമമാണ് ശരിക്കും ഈ കക്കാടംപൊയിൽ എന്ന് പറയുന്നത്. അപ്പോൾ കക്കാടംപൊയിൽ ഗ്രാമത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഈ ഒരു പുൽമേടുകളും മലനിരകളും ഒക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകൾ എന്ന് പറയുന്നത്. ഇനി കക്കാടംപൊയിലിൽ വന്നിട്ട് എന്തൊക്കെ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പേരെടുത്ത് പറയാൻ മാത്രം ഒരുപാട് സ്ഥലങ്ങളൊന്നുമില്ല. ഇവിടുത്തെ കുരിശുമല വ്യൂ പോയിന്റ്, കോഴിപ്പാറ വെള്ളച്ചാട്ടം, അതുപോലെ കക്കാടംപൊയിൽ വ്യൂ പോയിന്റ് ഒക്കെയാണ് പ്രധാനപ്പെട്ട സ്ഥലമെങ്കിലും ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും കുറേ വ്യൂ പോയിന്റ്സ് നമുക്ക് ഹിഡൻ ആയിട്ട് കാണാൻ പറ്റും. അപ്പം ഇതൊക്കെ ഓടി നടന്ന് കണ്ടുപിടിച്ച് എക്സ്പ്ലോർ ചെയ്ത് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കക്കാടംപൊയിൽ എന്ന് പറയുന്നത്. ഈ കുന്നിൻ ചെരുവുകളിലൂടെയൊക്കെ നടന്നിട്ട് ഓരോ മലയുടെ മുകളിലേക്ക് കയറുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള വ്യൂ പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓരോ സ്ഥലത്ത് നിൽക്കുമ്പോഴും ഓരോ തരത്തിലുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എണ്ണിയ തീരത്ത് അത്രയും വ്യൂ പോയിന്റ്സ് ഇവിടെ ഉണ്ടെന്ന് തന്നെ വേണേൽ പറയാൻ പറ്റും. വീക്കെൻഡ്സിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരക്ക് കാരണം ആൾക്കാരെ തട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വയ്യാത്ത അവസ്ഥയിലായിരിക്കും. ഇന്നായാലും മുഹറത്തിൻ്റെ അവധിയാണെങ്കിലും വലിയ കാര്യമായിട്ട് തിരക്കൊന്നുമില്ലായിരുന്നു.
ഇത് കണ്ടോ, അങ്ങ് ദൂരെ നിന്ന് കോട അടിച്ചു കയറി വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരു കുറച്ചു നേരം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കംപ്ലീറ്റ് കോട വന്ന് മൂടും. നല്ല കടുത്ത വേനൽക്കാലത്ത് പോലും നല്ല കുളിർമയുള്ള കാലാവസ്ഥ വരുന്ന ഈ ഒരു പ്രദേശം ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. മൺസൂൺ കാലത്താണ് ഈ ഒരു സ്ഥലം ഏറ്റവും സുന്ദരമായിട്ട് കാണപ്പെടുന്നത്. ഇവിടെ ഈ ഒരു പ്രദേശത്തിൻ്റെ 30 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളാണ് നമ്മുടെ മുത്തപ്പമ്പുഴ വെള്ളച്ചാട്ടം, ആനക്കല്ലുംപാറ, അരിപ്പാറ, തിരുവമ്പാടി, പതങ്കയം വെള്ളച്ചാട്ടം. അങ്ങനെ കുറേ വെള്ളച്ചാട്ടങ്ങളാണ് ഈ ഒരു ചുറ്റുവട്ടത്ത് ഒളിഞ്ഞിരിക്കുന്നത്. ഇവിടെ കാണുന്ന ഈ മലകളുടെയൊക്കെ മുകളിലേക്ക് നമ്മുടെ പ്രധാനപ്പെട്ട റോഡിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ താഴെ മാത്രമേ ദൂരമുള്ളൂ. അതുകൊണ്ട് ഒരുവിധം നടക്കാനൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ ഇവിടുത്തെ വ്യൂ പോയിന്റ്സ് ഒക്കെ വന്ന് ഈസി ആയിട്ട് കണ്ടിട്ട് പോകാവുന്നതാണ്. അങ്ങനെ കുരിശുമലയുടെ താഴേക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് ഓപ്പോസിറ്റ് കാണുന്ന ആ വലിയ മലയുടെ മുകളിലേക്കാണ് അടുത്തായിട്ട് ഞങ്ങൾ ട്രക്ക് ചെയ്ത് പോയത്. അപ്പോൾ താഴേന്ന് കാണുന്ന പോലെ അത്ര ഈസി ആയിരുന്നില്ല ഈ മല കയറി പോകാനായിട്ട്. പോകുന്ന വഴിയിൽ മഴയൊക്കെ പെയ്ത് സ്ലിപ്പായി കിടക്കുന്നതുകൊണ്ട് തന്നെ പല സ്ഥലത്തും തെന്നി വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലായിരുന്നു. അപ്പോൾ നടന്ന് ഇതിൻ്റെ മുകളിലെത്തിയപ്പോഴത്തേക്കുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു 360 ഡിഗ്രി വ്യൂ ആണ് നമുക്ക് കാണുന്നത്. അപ്പോൾ കക്കാടംപൊയിലെ ഒരുവിധപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഈ മലയുടെ മുകളിൽ നിന്നിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ദിവസം നമ്മുടെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഒരു മലയുടെ മുകളിൽ വന്നിരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ശാന്തിയും സമാധാനവും ഒക്കെ അത് അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതുപോലെ സമാധാനം തേടി വന്നിട്ടുള്ള കുറേ ആൾക്കാരാണ് ആ ദൂരെ ഇരിക്കുന്നത്. ഞങ്ങളിനി താഴേക്ക് തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് വന്ന വഴിയല്ല താഴോട്ട് പോകുന്നത്. ശരിക്കും നമ്മൾ ഓരോ വ്യൂ പോയിന്റ്സ് കണ്ടിട്ട് നമ്മൾ കാണുന്ന വഴിയോടെയൊക്കെ താഴേക്ക് ഇറങ്ങി ഏകദേശം ഒരു ഡയറക്ഷനൊക്കെ നോക്കിയിട്ട് നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ എത്താനാണ് ശ്രമിക്കുന്നത്. ഏതായാലും കറങ്ങി തിരിഞ്ഞ് താഴെ കൃത്യ സ്ഥലത്ത് തന്നെ എത്തുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇവിടെ എവിടെ നിന്ന് കഴിഞ്ഞാലും നമുക്ക് ദൂരോട്ടൊക്കെ നല്ല വ്യൂ കിട്ടുന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വഴി തെറ്റി പോകാനുള്ള ചാൻസൊക്കെ വളരെ കുറവാണ്. പിന്നെ കോട വന്ന് കയറുന്ന സമയത്താണെങ്കിൽ നമ്മൾ വഴിയിൽ ചിലപ്പോൾ പെട്ടുപോകാനുള്ള ചാൻസും ഉണ്ട്. അങ്ങനെ മലമുകളിലെ കാഴ്ചകളൊക്കെ കണ്ട് താഴേക്ക് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ അടുത്തതായിട്ട് പോയത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കാണ്. അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടം നമ്മുടെ ഫോറസ്റ്റിൻ്റെ അണ്ടറിലായതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് പ്രവേശന ഫീസും ഒക്കെ ഉണ്ട്. അതുപോലെ ബാക്കി വെള്ളച്ചാട്ടങ്ങളിലേതുപോലെ ഇവിടെ ഇറങ്ങി കുളിക്കാനൊന്നും സാധിക്കത്തില്ല. മുകളിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ശക്തമായിട്ടുള്ള ഒഴുക്കുണ്ടാവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് ഇവിടുത്തെ ഫോറസ്റ്റ് ഗാർഡുമാർ നമ്മളെ സമ്മതിക്കില്ല. കാടിനകത്തൂടെ ഒഴുകുന്ന ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ നമുക്ക് ഇറങ്ങാൻ അനുവാദമില്ലെങ്കിലും ഇവിടെ ഇറങ്ങി കുളിക്കാൻ പറ്റിയ ഒരുപാട് ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. കക്കാടംപൊയിലേക്ക് മെയിനായിട്ട് ആൾക്കാർ വരുന്നത് തന്നെ ഇവിടുത്തെ വെള്ളച്ചാട്ടങ്ങളിലൊക്കെ കുളിക്കാനായിട്ട് തന്നെയാണ്. ഞങ്ങളുടെ ഈ ഒരു വീഡിയോയിൽ കക്കാടംപൊയിലെ വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനിയും ഇവിടെ കാണാനായിട്ട് ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ അതുപോലത്തെ കുറേ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പം ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അതുപോലെ ഇതുപോലത്തെ കൂടുതൽ ട്രാവൽ വീഡിയോസ് കൂടെ കാണുന്നതിനായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ബൈ.